40 വയസ്സായിട്ടും കല്യാണം കഴിയാത്ത ഒരുപാട് ആളുകളുടെ കഥയാണ്. പ്രത്യേകിച്ച് വടക്കൻ മലബാർ മേഖലയിൽ ഇങ്ങനെ റിയൽ ആയിട്ടുണ്ട്. ഞങ്ങൾ കാണുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കോറൈറ്റർ ആയിട്ടുള്ള ഷിജു യൂസി കണ്ട ഒരുപാട് അദ്ദേഹത്തിന്റെ അയൽക്കാരും ജോലിക്കാരും ഒക്കെ ഇതിലെ കഥാപാത്രങ്ങളാണ്. ഒരു ഗ്രാമം മുഴുവൻ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളതാണ്. 70ഓളം പുതിയ ആളുകൾ, വലിയ നടന്മാരും നടിമാരും നാടകത്തിൽ അഭിനയിച്ചവരൊന്നുമല്ല, പുതിയ ആളുകൾ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന ആൾക്കാർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരഭിനയിച്ചല്ല, അവർ ജീവിച്ചതാണ് റിയൽ ആയിട്ട്, ഈ മുത്തശ്ശി അടക്കമുള്ളവര്. ഇതോടൊപ്പം വലിയ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം നല്ലത് എല്ലാം നല്ലത് തന്നെ ആയിരിക്കും. എന്തായാലും ജനം തിരിച്ചറിയും, എൻ്റെ കൂടെ നിൽക്കുന്നുള്ള വലിയൊരു കോൺഫിഡൻസ് ഞങ്ങളുടെ ടീമിന് മൊത്തത്തിലുണ്ട്. പിന്നെ ഒരു സൂപ്പർ താരങ്ങളില്ല എന്നത് മാത്രമേ ഒരു ഡീമെറിറ്റ് പറയാനുള്ളൂ. പക്ഷെ സൂപ്പർ താരങ്ങളില്ലെങ്കിലും കഥയ്ക്ക് അനുയോജ്യരായ കൃത്യമായ കാസ്റ്റിംഗ് ഇതിന് നടത്തിയിട്ടുണ്ട്. പ്രശാന്ത് മുരളി എന്നൊരു നടനെ സത്യം പറഞ്ഞാൽ അധികം ആർക്കും ആ സമയത്ത് പരിചിതമല്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തെ മുമ്പേ ഒബ്സർവ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിംസ്, മുമ്പ് അഭിനയിച്ച സിനിമകൾ, ഇപ്പൊ ജാനമനിലൊക്കെ അയാൾ നല്ല വേഷം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ കാസ്റ്റിംഗ് ചെയ്ത് മുമ്പ് വേറെ ആളെയായിരുന്നു ചെയ്തത്. വലിയ വലിയ ആർട്ടിസ്റ്റുകളെ ലിസ്റ്റൊക്കെ ഇട്ടിട്ട് വന്ന അവസാനം ഞങ്ങൾ പറഞ്ഞു ഈ ക്യാരക്ടറിന് ഏറ്റവും യോജിച്ചത് പ്രശാന്ത് മുരളിയാണ്. മാപ്സ്റ്റിക് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഇസ് സൂര്യ ജയൻ. വയസ്സ് എത്രയെന്ന മൂവിയിലെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററായ ഫൈസൽ സാറും അതേപോലെ തന്നെ പ്രൊഡ്യൂസറായിട്ടുള്ള അജയൻ സാറാണ് എൻ്റെ കൂടെ ഉള്ളത്. സാർ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ ഈ മൂവി എന്ന് പറയുന്നത് ഭയങ്കര കോമഡിയാണ്, ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയ്ക്ക് ഇതൊരു ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു കോമഡി അതേപോലെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രയാസമുള്ള കാര്യമാണ്. അപ്പം എങ്ങനെയായിരിക്കും ഈ മൂവി ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഉള്ളൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്? കോമഡി മൂവി എന്ന് പറയാമെങ്കിലും ഇതൊരു വലിയ സോഷ്യൽ ഇഷ്യൂ പറയുന്ന സബ്ജക്റ്റ് ആണ്. കാരണം 40 വയസ്സായിട്ടും കല്യാണം കഴിയാത്ത ഒരുപാട് ആളുകളുടെ കഥയാണ്. പ്രത്യേകിച്ച് വടക്കൻ മലബാർ മേഖലയിൽ ഇങ്ങനെ റിയൽ ആയിട്ടുണ്ട്. ഞങ്ങൾ കാണുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കോറൈറ്റർ ആയിട്ടുള്ള ഷിജു യൂസി കണ്ട ഒരുപാട് അദ്ദേഹത്തിന്റെ അയൽക്കാരും ജോലിക്കാരും ഒക്കെ ഇതിലെ കഥാപാത്രങ്ങളാണ്. അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റിനെ, വളരെ സീരിയസ് ആയ ഒരു സബ്ജക്റ്റിനെ, അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സീരിയസ് ഇഷ്യൂ അല്ലേ. അവരെ കല്യാണം കഴിയാത്തത് അവർക്ക് വലിയ പ്രശ്നം തന്നെ ഓരോരുത്തർക്കും. ആ ഇഷ്യൂവിനെ കോമഡി ആക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അത് പക്ഷെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഡയറക്ടർ പപ്പേട്ടനും അതുപോലെ തന്നെ ഇതിൽ തന്നെയുള്ള ചില നടന്മാരൊക്കെ ഞങ്ങൾ ആദ്യം നേരത്തെ ഇരുന്നു. നിരന്തര ചർച്ചകളിലൂടെ അതിൻ്റെ ഒരു കോമഡി സാധ്യതകൾ കണ്ടെത്തുകയായിരുന്നു. പ്രത്യേകിച്ച് വടക്കൻ മലബാറിലുള്ള ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് പെണ്ണ് ഇവിടെ ഒന്നും കിട്ടാത്തതുകൊണ്ട് അങ്ങ് കൊടക് പോയിട്ട് പെണ്ണ് കെട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ ഞങ്ങൾക്കുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഒരുപാട് തമാശകളുണ്ട്. അത് പക്ഷേ മറ്റൊരു സിനിമയിലൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ ട്രാക്കൊക്കെ മാറ്റി പിടിച്ച് വളരെ രസകരമായിട്ട് ഒരു ഫാമിലിക്ക് ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാക്കി മാറ്റിയിട്ടുണ്ട്. ബാക്കി പ്രേക്ഷകൻ തീരുമാനിക്കട്ടെ. അതെ, ശരിക്കും ഇതിലെ കാസ്റ്റിംഗ് ആണ് അടിപൊളി എന്ന് പറയുന്നത്. കാരണം എല്ലാവരും നല്ലപോലെ സഹകരിച്ചിട്ടാണല്ലോ ഈ മൂവി ഇതുവരെ കൊണ്ടെത്തിക്കാൻ പറ്റിയത്. അപ്പൊ ഇത് റിലീസിന് ഒരുങ്ങുകയാണ്. ടെൻഷൻ ഉണ്ടോ ഒരു പ്രൊഡ്യൂസറിന്റെ നിലയിൽ? കാരണം എന്താന്ന് ടെൻഷനില്ല. ഇതില് നല്ല രീതിയിൽ ഇതിന്റെ എല്ലാ വർക്കുകളും ചെയ്തുകൊണ്ട് നല്ലൊരു കോമഡിയും പിന്നെ ഫാമിലി ഒരു ഫിലിമായതുകൊണ്ട് നല്ലൊരു വിശ്വാസം ജനങ്ങൾ അതെന്തായാലും സ്വീകരിക്കുന്നുള്ള ഒരു മനസ്സ് ഉണ്ട്. അതെ, ശരിക്കും ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അതിൽ ഏറ്റവും ശുചേട്ടൻ പറഞ്ഞ പോലെ മുത്തശ്ശി, അത് പുള്ളിയുടെ അച്ഛമ്മ ഇതിലുണ്ടാകുന്നത്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ പണ്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി അറിയുന്ന ഒരാളാണ്. ആളുടെ പ്രദേശത്താണല്ലോ നടന്നത്. അപ്പൊ അത് കൂടുതലൊക്കെ അറിയുന്നോണ്ട് ഭയങ്കര എളുപ്പമായി എന്ന് വേണം പറയാൻ, അല്ലേ? കാരണം ഇതില് ഒരു ഗ്രാമം മുഴുവൻ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളതാണ്. 70ഓളം പുതിയ ആളുകൾ, വലിയ നടന്മാരും നടിമാരും നാടകത്തിൽ അഭിനയിച്ചവരൊന്നുമല്ല, പുതിയ ആളുകൾ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന ആൾക്കാർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരഭിനയിച്ചല്ല, അവർ ജീവിച്ചതാണ് റിയൽ ആയിട്ട്, ഈ മുത്തശ്ശി അടക്കമുള്ളവര്. പിന്നെ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിന്റെ ഒരു കൂട്ടായ്മ, ഈവൻ പ്രൊഡക്ഷൻ ഫുഡ് പോലും ആ നാട്ടിലെ ഏറ്റവും നല്ല ഒരു കുക്കായിരുന്ന നമ്മുടെ സുഹൃത്താണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ മലയാള സിനിമയിൽ അങ്ങനെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ടാവില്ല. അത് ഇത്ര ഇവിടെ എടുത്തു പറയാൻ കാരണം അത് ഇവിടെ ആരോട് ചോദിച്ചാലും പറയും. അങ്ങനെ ഒരു ഗ്രാമത്തിന്റെ കൂട്ടായ്മ ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒരു സത്യമുള്ള സിനിമയായി മാറിയിട്ടുണ്ട്. ഇതോടൊപ്പം വലിയ സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം നല്ലത് എല്ലാം നല്ലത് തന്നെ ആയിരിക്കും. എന്തായാലും ജനം തിരിച്ചറിയും, എൻ്റെ കൂടെ നിൽക്കുന്നുള്ള വലിയൊരു കോൺഫിഡൻസ് ഞങ്ങളുടെ ടീമിന് മൊത്തത്തിലുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ആ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും ഈ സിനിമയിലുണ്ടെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു അവസരം കൊടുത്തത് നിങ്ങളും വലിയൊരു അവർക്കൊരു ഭാഗ്യമാണെന്ന് വേണം കരുതാൻ. അപ്പൊ അവർ കൂടെ നിന്നിട്ടുണ്ട് എന്നാണ് ഷിച്ചേട്ടൻ പറഞ്ഞിട്ടുള്ള. നാട്ടുകാരായതുകൊണ്ട് തന്നെ സഹകരിച്ചിട്ടുണ്ട്. മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് എന്താണ് എനിക്ക് അഭിനയിക്കാനൊന്നും
എന്തായിരുന്നല്ലോ എൻ്റെ കൊച്ചുമകനായതുകൊണ്ട് ഞാൻ അഭിനയിച്ചു, അല്ലെങ്കിൽ എളുപ്പമുണ്ടെന്ന് എല്ലാവരും സഹായിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായവും സഹകരണവും കാരണമാണ് ഈ സിനിമ എന്താണ് ഒരു വൻ വിജയം ആകാൻ പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, എനിക്ക് വിജയത്തിന്റെ കാര്യത്തിൽ പ്രേക്ഷകൻ തീരുമാനിക്കട്ടെ. നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടായിട്ടുണ്ട്. 5 പാട്ട്, മനോഹരമായ പാട്ടുകൾ ഇതിലുണ്ട്, നല്ല സിറ്റുവേഷൻസ് ഉണ്ട്. ഫാമിലി, പ്രത്യേകിച്ച് ഒരു ഫാമിലി സിനിമയിൽ ഉണ്ടാവേണ്ട മുഹൂർത്തങ്ങൾ, അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. നല്ല രസകരമായി ടെക്നിക്കലി ആണെങ്കിലും ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. ചെറിയ സിനിമ എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ബഡ്ജറ്റായ സിനിമയാണ്. പിന്നെ ഒരു സൂപ്പർ താരങ്ങളില്ല എന്നത് മാത്രമേ ഒരു ഡീമെറിറ്റ് പറയാനുള്ളൂ. പക്ഷെ സൂപ്പർ താരങ്ങളില്ലെങ്കിലും കഥയ്ക്ക് അനുയോജ്യരായ കൃത്യമായ കാസ്റ്റിംഗ് ഇതിന് നടത്തിയിട്ടുണ്ട്. പ്രശാന്ത് മുരളി എന്നൊരു നടനെ സത്യം പറഞ്ഞാൽ അധികം ആർക്കും ആ സമയത്ത് പരിചിതമല്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തെ മുമ്പേ ഒബ്സർവ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിംസ്, മുമ്പ് അഭിനയിച്ച സിനിമകൾ, ഇപ്പൊ ജാനമനിലൊക്കെ അയാൾ നല്ല വേഷം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ കാസ്റ്റിംഗ് ചെയ്ത് മുമ്പ് വേറെ ആളായിരുന്നു ചെയ്തത്. വലിയ വലിയ ആർട്ടിസ്റ്റുകളെ ലിസ്റ്റൊക്കെ ഇട്ടിട്ട് വന്ന അവസാനം ഞങ്ങൾ പറഞ്ഞു ഈ ക്യാരക്ടറിന് ഏറ്റവും യോജിച്ചത് പ്രശാന്ത് മുരളിയാണ്. സോ അത് തിയേറ്ററിൽ കൃത്യമായിട്ട് പ്രേക്ഷകൻ ഉൾക്കൊള്ളുന്ന ഒരു സംശയമില്ല. കാരണം അയാളുടെ കയ്യിൽ ബ്രിഗേഷ് എന്ന വടകരക്കാരൻ, 40-നോടടുത്ത് പ്രായമുള്ള വടകരക്കാരൻ സേഫാണ്. അപ്പൊ ആ 40-നോടടുത്തുള്ള വടകരക്കാരന് ഒരു പെണ്ണ് കിട്ടിയോ? അത് സസ്പെൻസ് ആണ്. അതെ അതെ, ശരിക്കും വയസ്സ് എത്രയായാലും ചോദിക്കാൻ ഭയങ്കര, എല്ലാവർക്കും പറയാൻ ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടോ? കംപ്ലീറ്റ് ആയിട്ട് പറയില്ല. ഇപ്പൊ 40 കഴിഞ്ഞാലും 30 എന്നുള്ള ആ ഒരു ഇതിലാണ് വരുന്നത്. ശരിക്കും നമ്മുടെ ജീവിത പശ്ചാത്തലമാണ് ഒരു സിനിമയാക്കുക എന്ന് പറയുന്നത്. അപ്പം ജനങ്ങൾക്ക് പെട്ടെന്ന് അതൊന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. ശരിക്കും എനിക്കും അതാണ് പറയാനുള്ളത്. ഒരു പടം ജനങ്ങളിലേക്ക് അത്രയും ആഴ്ന്നിറങ്ങുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് പറയാനൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മൂവി ഇറങ്ങുമ്പോൾ ഇതിന്റെ റിവ്യൂ കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ ചോദ്യങ്ങൾ വരും. കല്യാണം എന്ന് പറയുന്നത് വേണം എന്ന കാര്യമാണോ, നിർബന്ധം ഉണ്ടാവോ എന്നുള്ള കാര്യമാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ആ വിഷയം വലിയൊരു വിഷയമാണ്. കാരണം സ്ത്രീകളുടെ കാഴ്ചപ്പാട് മാറി. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇപ്പം നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. നന്നായിട്ട് പഠിച്ചു വന്ന അവൾക്ക് അവളുടെ നിലവാരത്തിലുള്ള, അവളുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഭർത്താവിനെ തന്നെ വേണം. അവൾക്ക് ഒരു കൂലി പണിക്കാരനെ കിട്ടിയ അവൾക്ക് സെറ്റല്ല. 2, അവളുടെ പേടി ഭയങ്കരമാണ്. ഞാൻ മറ്റൊരാളുടെ താലിച്ചരടിനുള്ളിൽ കുടുങ്ങിപ്പോവുക. പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ പെൺകുട്ടികൾക്ക് വലിയ വിഷയമാണ്. അത് പൊതു മേഖലയിൽ നല്ല ഒരു ചർച്ചയാവുന്ന വിഷയം കൂടിയാണ്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ആരെങ്കിലും കിട്ടിയാൽ പോരാ. അവർക്ക് കൃത്യമായ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചുള്ള ഒരു പുരുഷനെ തന്നെ കിട്ടണം. അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കണം അവരുടെ ലൈഫ്. കൃത്യമായ കാഴ്ചപ്പാട് എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. അത് കാലത്തിന്റെ മാറ്റമാണ്, അത് വേണം താനും. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് പെണ്ണ് കിട്ടുന്നില്ലേ എന്നും പറഞ്ഞ് കരഞ്ഞു നടക്കുന്ന ഒരുപാട് യുവാക്കൾ നാട്ടിലുണ്ട്. അപ്പൊ അവർ അതിനനുസരിച്ച് ഉയരുകയാണ് വേണ്ടത്. പെണ്ണ് കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞ് കരയല്ല വേണ്ടത്. സോ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ വളരെ സരസമായ ഇതിൻ്റെ ഉള്ളിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അതിലൊക്കെ അപ്പുറത്ത് ഒരു വ്യക്തിയുടെ ജോലിയോ അല്ലെങ്കിൽ അയാളെ സ്റ്റാറ്റസോ നോക്കിയിട്ടൊന്നും അല്ല ഒരു ഇണയെ തിരഞ്ഞെടുക്കേണ്ടത്. പരസ്പരമുള്ള ബഹുമാനവും സ്നേഹവും ഒരു കൊടുക്കൽ വാങ്ങലും ഒക്കെയാണ് ഒരു ഇണയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്, പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെയുള്ള നല്ലൊരു കുടുംബമായാണ് മാറേണ്ടത് എന്ന രീതിയിലേക്കുള്ള ചിന്തിപ്പിക്കുന്ന ചില ട്രാക്കുകളൊക്കെ ഈ സിനിമയിൽ ഇപ്പോഴത്തെ തലമുറകൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുള്ള മെസ്സേജ് തീർച്ചയായും ഉണ്ട്. കാരണം ഇത് 100% 2024 സിനിമയാണ്, ഒരു സംശയം വേണ്ട. ഒരുപാട് പേരുടെ അനുഭവത്തിൽ കൂടി തന്നെ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. ഇപ്പോ നമ്മുടെ എന്താ സുചേട്ടൻ പറഞ്ഞ പോലെ പണ്ടുള്ള സിനിമയായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണെന്നാണ് പറയുന്നത്. കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിരിക്കാൻ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചിരിക്കാൻ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാണാനും ഭയങ്കരമായിട്ടും ആഗ്രഹം തോന്നും. അപ്പോൾ ചിരിക്കാനുള്ളതാണ് ഇതിൽ കൂടുതൽ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കാര്യമുള്ള കാര്യമാണ് നിങ്ങൾ സിനിമ ആക്കിയിട്ടുള്ളത്. അപ്പം ഇത് എത്തിക്കാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഈ ഒരു സിനിമയിലേക്ക് വരിക, അല്ലെങ്കിൽ സിനിമ കൊണ്ടുവരിക, അപ്പം ഇന്ന ആളുടെയിലൊക്കെ കൊടുക്കുമ്പം അത് ഓക്കെ ആകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ക്യാരക്ടർ കൊടുക്കുമ്പോൾ? അതെ, നല്ലൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ്. ഇതിന്റെ കഥയും ആ ഒരു ലെവലിലാണ് പോയത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് എല്ലാരും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഓരോ ആൾക്കാരോട് ചോദിക്കുമ്പോഴും എക്സൈറ്റ്മെന്റ് ആണ് അവരിൽ കാണുന്നത്. ഇപ്പം തന്നെ നമ്മുടെ പരസ്യങ്ങളെല്ലാം ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ തന്നെ നല്ല എല്ലാവർക്കും ഒരു ഇഷ്ടം. എപ്പോ ഇറങ്ങുക എന്നുള്ള ഒരു വടകരക്കാരെ മിസ് ചെയ്യുന്നുണ്ടോ? വടകരക്കാരെ മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും വടകരക്കാരാണ്. ഇപ്പൊ ഇവിടെ കൊച്ചിയിൽ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളതും വടകര ഭാഷയാണ്, ഞങ്ങൾക്ക് പറയാനുള്ളത് വടകര വിശേഷമാണ്. സിനിമയും വടകര, മേഡ് ഇൻ വടകര എന്ന ടാഗ് ലൈനോട് കൂടി വരുന്ന സിനിമയാണ് എന്ന് കരുതി ഇത് ഓൾ കേരള ലെവലിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അത് നർമ്മത്തിൽ ചാലിച്ചു പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ നർമ്മത്തിന്റെ മേമ്പൊടിയിൽ ഒരു സബ്ജക്ട് പറയുമ്പോൾ എന്തായാലും പിടിച്ചു നിൽക്കും, ഒരു സംശയമില്ല അല്ലെ. കഴിഞ്ഞ ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളൊക്കെ തന്നെ അതിന് മുമ്പും
റഞ്ജിറ സ്പീക്കിംഗ് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എല്ലാവരുടെ ഉള്ളിലും അതുകൊണ്ട് തന്നെയാണുള്ളത്. കോമഡിയിലൂടെ കാര്യം പറയുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജും കൂടിയാണ് തീർച്ചയായും എന്ന് പറയുന്നത്. തീർച്ചയായും. നല്ലൊരു വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു.